ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബേമാക്സിനെയാണ്. ഇത് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഒരു ക്രോഷറ്റിൻ്റെ നീഡിലാണ്. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന നീഡിൽ തന്നെയാണ്. പിന്നെ 2 കണ്ണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ അടിഭാഗം പരന്നിട്ടുള്ള ടൈപ്പ് കണ്ണാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ ടൈപ്പ് എടുത്താൽ മതി കേട്ടോ, വലുതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെറിയ മോഡലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ചെറുതെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വൈറ്റ് കളർ നൂലാണ്. ഇതിന് വൈറ്റ് കളർ മാത്രം മതി കേട്ടോ, വേറൊരു കളറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റിന് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഹെഡ് പാർട്ടാണ്. ഇത് ചെറിയ ഹെഡ് മതി കേട്ടോ, നമ്മൾ ചെറിയ ഹെഡ്, ചെറിയൊരു ഡോൾ ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ചെറിയ ഹെഡ് യൂസ് പറഞ്ഞത്. 6 സിംഗിൾ ക്രോഷൻ്റെ സ്റ്റിച്ച് ചെയ്യുക ഫസ്റ്റ് മാജിക് റിങ്ങിൽ. അത് കഴിഞ്ഞിട്ട് അതിനെ ഓരോ രണ്ടെണ്ണം വീതം ചെയ്തു പോവുക. എന്നിട്ട് അതിനെ വലുതാക്കി കൊണ്ടുവരാം. അതായത് 2, 2, 3, 2, 4, 2, 5, 2 എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അതിനെ സിംഗിൾ ക്രോഷൻ മാത്രം ചെയ്യാം. ഇതിപ്പോൾ ഇത് ഹാഫ് സർക്കിൾ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് എത്ര വലിപ്പം ഉണ്ടെന്നുള്ളത് നോക്കാം. കാരണം ഇതിപ്പോൾ എത്ര പകുതിയാണോ അതോ കഴിയാറായോ എന്നുള്ളത് നോക്കാം. ജസ്റ്റ് എന്നിട്ട് പകുതി സർക്കിളായിട്ടുള്ളത് എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു 7 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ 2 ഒന്നാക്കണം ചെയ്ത് അങ്ങനെ കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഒരു ഹെഡ് പാർട്ടിൻ്റെ ആ ഒരു ചെറിയ റൗണ്ടായിട്ട് വരും. ഫുൾ റൗണ്ട് ആയിരിക്കില്ല കിട്ടോ, ഒരു ജസ്റ്റ് 2 സൈഡിൽ ഒരു റൗണ്ട് ഉണ്ടാവും, ഹാഫ് റൗണ്ട് ഉണ്ടാവും. പിന്നെ അതിന് നടുക്കൊരു ചതുരം പോലെ വരുന്നത്, അതായത് നടുഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് അമർന്ന് വന്നിട്ട് 2 സൈഡ് ഒരു റൗണ്ട് ഷേപ്പിലായിട്ടിട്ട് കിട്ടുക.
ശരിക്കും പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ കിട്ടും. കണ്ടില്ലേ ഇത് നമുക്കൊരു ഫുൾ റൗണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ജസ്റ്റ് ഒരു നടുഭാഗം ഇങ്ങനെ അമർന്ന ടൈപ്പല്ലേ കിട്ടുന്നത്. ഇതേപോലെ ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൻ്റെ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ബോഡി പാർട്ടാണ് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഭാഗം നമുക്ക് വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് തുന്നി കൊടുക്കാം. പിന്നെ എല്ലാം അങ്ങനെ വെച്ചാലും മതി. നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബോഡി പാർട്ടാണ്. അത് നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ജസ്റ്റ് നമ്മൾ മാജിക് റിങ്ങിൻ്റെ ഒരു 8 ക്രോഷേ ഇടാം. 8 ക്രോഷേ ചെയ്തിട്ട് അതിന് നമ്മളിപ്പോൾ ഹെഡ് പാർട്ട് ചെയ്തതുപോലെ തന്നെ 2, 2, 4, 2 ഒരു എക്സ്ട്രാ അങ്ങനെ കൂടുതലാക്കി കൊണ്ടല്ല അതേപോലെ ചെയ്ത് വരാം. ഇതിന് അത്യാവശ്യം ഒരു വലിയ ബൾക്കായിട്ട് നല്ല വയറുള്ളൊരു ടൈപ്പാണ് ബേമാക്സ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി നല്ലോണം പഫി ആയിട്ട് നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ച് നല്ലോണം കൂട്ടിക്കൊണ്ട് തന്നെ അടിയിൽ ഇങ്ങനെ വലുതാക്കി കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിന് ഒന്നാക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരാം. നമുക്ക് ഹെഡ് പാർട്ട് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഭാഗം ചെറുതായിട്ട് തന്നെ വരണമെന്നുണ്ട്. ഇതിപ്പോൾ ഇതാ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിലുള്ള പഞ്ഞി ശരിക്കും നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ശരിക്കും കിട്ടുള്ളൂ.
പഞ്ഞി ഫില്ല് ചെയ്ത ബണ്ടിൽ നല്ല ബൾക്കായിട്ട് നിൽക്കണേ. ഇതിപ്പോൾ ഹെഡ് പാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുന്നിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇത് ഇവിടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. ഞാൻ 2 ലെഗ് പാർട്ട് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് ഉണ്ടാക്കില്ല, നമ്മളെല്ലാ വീഡിയോയിലും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ജസ്റ്റ് ആ ഒരു 6 ക്രോഷേൻ്റെ സ്റ്റിച്ചുള്ള ഒരു മാജിക് റിങ് ചെയ്യാം. അതിന് നമ്മളൊന്ന് 2 2 എന്നുള്ള രീതിയിൽ ഒരു റിങ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ 2 ഒന്ന് എടുക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്ത് തരാം. സെയിം നമ്മൾ മെത്തേഡ് തന്നെയാണ് നമ്മൾ കൈയിൻ്റെയിലും ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി ഒന്ന് 6 റിങ് ചെയ്തിട്ട് 2 2 ചെയ്തിട്ട് നേരെ സിംഗിൾ ക്രോഷേ ചെയ്ത് പോവാം. ഇനി നമുക്ക് ഇത് അറ്റാച്ച് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതുണ്ടല്ലോ അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. ജസ്റ്റ് ചെറിയ കണ്ണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ബ്ലാക്ക് കളർ കൊണ്ടുണ്ട്. പിന്നെ ഒരു ഹാർട്ട് ബീറ്റും ഉണ്ടാവും കേട്ടോ. അതിന് ബൈമാക്സിന് നമുക്ക് ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കാർട്ടൂൺ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഹാർട്ടിൻ്റെ സൈഡിലൊരു ചെറിയ ഹാർട്ടിൻ്റെ ചിഹ്നം ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡോളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പാണ്. പിന്നെ കാര്യമായിട്ട് വേറെ സ്റ്റിച്ചസ് ഒന്നും വരുന്നില്ല, ഇത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയയ്ക്കുക.